നമ്മളിന്ന് യൂഷ്വൽ ജോലിക്ക് പോവുക, തിരിച്ചു വരിക, വീണ്ടും പോവുക, തിരിച്ചു വരിക എന്നുള്ളൊരു കലാപരിപാടികളൊക്കെ മാറ്റി വെച്ച് ഒരു ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. അത്രയൊന്നുമില്ല, ഒരു 2-3 ഡേയ്സിൻ്റെ ഒരു ട്രിപ്പ്. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മളിന്ന് ഒരു ട്രിപ്പ് കൂടി പോകാമാണ്. അപ്പോൾ നമ്മൾ സിയാറ്റിലെ സമ്മറൊക്കെ ഓൾമോസ്റ്റ് തീരാറായി. അപ്പോൾ സമ്മർ തീർന്നതിട്ട് മുന്നേ നമുക്കൊരു ഹൈക്ക് പോകണം ഉറപ്പായിട്ട്. വി ആർ ഗോയിങ് ടു ഗാരിബാൽഡി ഹൈക്ക്. ഇത് ആക്ച്വലി കാനഡയിലാണ്. അപ്പോൾ നമ്മൾ വാങ്കൂവർ വഴിയാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് വാങ്കൂവർ വഴി പോയി കുറച്ച് നല്ല റെസ്റ്റോറൻറ്റ്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് നമ്മൾ വിചാരിച്ചു. നമ്മൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു സാധനം വിട്ട് പോയിട്ടുണ്ട്, ബേസ് ബ്രേക്കേഴ്സ്. കാനഡയിൽ നമ്മളെ ഗാരിബാൽഡി ഹൈക്ക് നമ്മൾ നോക്കിയപ്പോൾ അവിടെ ബേസ് ഉണ്ടെന്ന് കണ്ടു. സോ വി നീഡ് ടു ബൈ എ ബേസ് സ്പ്രേ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് അറിയയിലേക്ക് പോവുകയാണ്. നമുക്ക് പോവാം. നമ്മൾ എയർബിഎൻബിയിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ യൂഷ്വലി എയർബിഎൻബിയിലൊക്കെ നിൽക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഓൾമോസ്റ്റ് അവിടെ നിന്ന് തന്നെയാണ് കുക്ക് ചെയ്യാറ്. അപ്പോൾ അതിന് വേണ്ടി നമ്മളിപ്പോൾ ഹോൾ ഫുഡ്സിലേക്ക് വന്നിരിക്കുകയാണ്. പോണ വഴി കുറച്ച് എന്തെങ്കിലും ബ്രെഡ്, അവക്കാഡോ, എഗ്, അങ്ങനത്തെ എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി, കുറച്ച് സ്നാക്സ് അങ്ങനെയൊക്കെ. അപ്പോൾ പോയി നോക്കട്ടെ. ഫസ്റ്റ് തന്നെ ഞാൻ പോകുന്നത് അവക്കാഡോസ് എടുക്കാനാണ് കേട്ടോ. എപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് അവക്കാഡോ ടോസ്റ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണല്ലോ. അപ്പോൾ അവക്കാഡോ തപ്പി ഇറങ്ങിയിട്ട് എനിക്കറിയാം കേട്ടോ പൊസിഷൻ, അങ്ങോട്ടാണ് ഞാൻ ഈ നടന്നു പോകുന്നത്. ആ കണ്ട എക്സൈറ്റ്മെൻ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. അവിടുന്ന് ചെറുപ്പറാന്ന് 2 പാക്കറ്റ് എടുത്തിട്ട് കാട്ടിലൊക്കെ ഇട്ടു. ഫ്രൂട്ട്സ് എൻ്റെ ലൈഫിൽ ഒരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് കേട്ടോ. എപ്പോഴായാലും ഏത് ദിവസമായാലും എനിക്കൊരു എന്തെങ്കിലുമൊക്കെ ഒരു ഫ്രൂട്ട്സ് വേണം. അതിപ്പോൾ ട്രിപ്പിന് പോയാലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഒക്കെ വേണം. ഇപ്പോൾ ട്രിപ്പിനൊക്കെ പോകുമ്പോൾ ഞാൻ യൂഷ്വലി എടുക്കാറുള്ള ഫ്രൂട്ട്സ് ഇത് പീച്ചസ് എടുക്കും, ഇല്ലെങ്കിൽ ആപ്പിൾ എടുക്കും. ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ട്സാണ് കേട്ടോ. എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഫ്രൂട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൈനാപ്പിളാണ്. പക്ഷേ അത് കട്ട് ചെയ്തിട്ട് എയർബിഎൻബിയിൽ നിന്ന് റെഡിയാക്കാനുള്ള ഒരു പേഷ്യൻസ് ഒന്നും എനിക്കില്ല. അപ്പോൾ ആപ്പിളാണ് ഞാൻ എടുത്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ വേണമെന്ന് സെർച്ച് ചെയ്ത് ഇങ്ങനെ ഓരോന്ന് നോക്കിയെടുക്കുകയാണ്. ബ്രെഡ് ആ ബ്രാൻഡാണ് ഞാൻ യൂഷ്വലി യൂസ് ചെയ്യാറ്. ഇറ്റ്സ് ലൈക്ക് റിയലി നൈസ്. അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇറ്റ്സ് ലൈക്ക് എന്തോ ഒരു സീഡ് മിക്സോ അങ്ങനെ എന്താണ് ഡേറ്റ്സിൻ്റെ. അത് മണത്ത് നോക്കിയിട്ട് അവിടെ തന്നെ വയ്ക്കും. എനിക്ക് ചീസിൻ്റെ സ്മെല്ല് തീരെ ഇഷ്ടമില്ല, പക്ഷെ എന്നാലും ഞാനങ്ങനെ മണത്ത് നോക്കും. അങ്ങനെ അത് കഴിഞ്ഞ് ബില്ലൊക്കെ ചെയ്തിട്ട് നമുക്കിനി പോവാം. പോയി കഴിഞ്ഞിട്ട് നമുക്കിനി ആറിയയിലേക്കാണ് കേട്ടോ പോകാനുള്ളത്. നമ്മളിപ്പോൾ അരിയയിലെത്തിയിട്ടോ. ഇനി ഇവിടെ നിന്ന് ഒരു ബേസ്റ്റ് വാങ്ങിക്കണം. ബാഗൊക്കെ നമ്മൾ നേരത്തെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ സ്റ്റോറുകളിലൊക്കെ പോകുന്നത്. അരിയ ഈസ് ലൈക്ക് എ സ്റ്റോർ വി ക്യാൻ ഫൈൻഡ് എനിത്തിങ് റിലേറ്റഡ് ടു എനി ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്. ജസ്റ്റ് നെയിം ഇറ്റ്, യു ക്യാൻ ഫൈൻഡ് ഇറ്റ് ഹിയർ. ഇപ്പോൾ ഹൈക്കിംഗ് ആയാലും സ്വിമ്മിങ് ആയാലും ക്യാമ്പിംഗ് ആയാലും അവിടെ ചെന്ന് നിങ്ങൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റും. Bear resistant food star. I think there will be a bear spray here. Oh, it's insect repellent. Tick. Spray? Oh, okay. Thank you. Yeah, so take one of these to the registers and you'll get it there. Okay, thank you. Yeah, we got our bear spray. Okay, it's like 2. I think we only need 1. $47 ഒക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഒന്നും മതിയെന്ന് തോന്നുന്നു. നോക്കി നോക്കട്ടെ, ചോദിച്ചു നോക്കട്ടെ, എന്നിട്ട് നമുക്ക് വാങ്ങിക്കാം. നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഇവിടെ വന്നിട്ട് നമുക്കൊരു ഹൈക്കിംഗ് ബാഗ് കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വി ആക്ച്വലി ഹാഡ് 1 ബാഗ്, പക്ഷേ അതിൽ കുറച്ചും കൂടി സ്പേസ് ഉള്ള ഒരു ബാഗ് കൂടി വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇവിടെ വന്നിട്ട് തന്നെ വാങ്ങിച്ചത്. ഇവിടെ നോക്കി നിങ്ങൾക്ക് കയാക്കിംഗ് വേണോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാ ആക്ടിവിറ്റീസിന് വേണ്ട സാധനങ്ങളും, അപ്പം നിങ്ങൾക്ക് ഇടാൻ വേണ്ട ഡ്രസ്സും സ്നാക്സും എല്ലാം ഇവിടെ നിന്ന് കിട്ടും. അതിൻ്റെ ഇടയിൽ ഞാൻ അതൊരു ചോക്ലേറ്റ് കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. Then we went to bill all the things that we bought. അങ്ങനെ എല്ലാ സാധനങ്ങളും എടുത്ത് ബില്ല് ചെയ്തു.
വി ബോട്ട് ഓൺ ബെയർ സ്പ്രേ, പിന്നെ ഒരു വാട്ടർ റിസർവയർ, നമ്മുടെ ബാഗിൽ വയ്ക്കാനുള്ള ഒരു റിസർവയർ വാങ്ങിച്ചു, ഒരു 3 ലിറ്റേഴ്സിൻ്റെ. പിന്നെ എൻ്റെ ചോക്ലേറ്റും അത്ര തന്നെ അവിടെ നിന്ന് വാങ്ങിച്ചുള്ളൂ. എന്നിട്ട് നമ്മൾ നേരെ കാറിലേക്ക് പോവാണ്. നമ്മൾ അരിയയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇനി നമുക്ക് ഇവിടെ പാർക്കിങ്ങിന് കിട്ടുന്ന ഒരു ടിക്കറ്റാണ് കേട്ടോ. നമ്മൾ വരുമ്പോൾ ഈ ടിക്കറ്റ് എടുക്കണം. എന്നിട്ട് നമ്മുടെ പർച്ചേസൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് നമ്മൾ 1 ഹവറിന് മുകളിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന് പേ ചെയ്യണം. എന്നിട്ട് ആ ടിക്കറ്റ് കൗണ്ടറിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ എന്തോ സ്റ്റാമ്പ് ചെയ്യുമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ റിട്ടേൺ ചെയ്തിട്ട് ഇതിട്ട് കഴിഞ്ഞാൽ നമ്മൾ പേ ചെയ്തു എന്ന് അവർക്ക് മനസ്സിലാവും. അപ്പോൾ അത്ര തന്നെ. ഇനി നമുക്കിപ്പോൾ നമ്മൾ ഇന്നലെ ഈവനിങ് ജിമ്മിൽ നിന്നൊക്കെ വന്നിട്ട് ലേറ്റായിട്ടൊക്കെയല്ലേ കിടന്നുറങ്ങിയത്. അപ്പോൾ ഇപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഭയങ്കര ഓർക്കക്ഷീണം തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കോഫി എടുത്തിട്ട് ഇനി ബാക്കി ഡ്രൈവ് ചെയ്യട്ടെ. വേറെ എവിടെയല്ല, നമ്മൾ സ്റ്റാർബക്സിലേക്ക് തന്നെയാണ് പോയത് കേട്ടോ. അവിടെ അടുത്ത് തന്നെ പോകണ വഴിക്കൊരു സ്റ്റാർബക്സ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ തന്നെ കയറാൻ വിചാരിച്ചു. അങ്ങനെ കയറി കഴിഞ്ഞിട്ട് നമ്മുടെ യൂഷ്വൽ ഐസ് ഷേക്കൻ എക്സ്പ്രസ്സോ, ഒരു സ്പിനച്ച് ഫെറ്റാറ, പിന്നെ എൻ്റെ പാർട്ട്ണർക്ക് ഇഷ്ടമുള്ളത് ഒരു ക്രിസ്പി ഗ്രിൽ ചീസാണ്, അത് ഓർഡർ ചെയ്തു. ഐസ് ഷേക്കൺ എക്സ്പ്രസ് ഇങ്ങനെ ഷേക്ക് ചെയ്ത് കുടിക്കണം. യൂഷ്വലി ചില സ്ഥലത്തൊക്കെ അവർ തന്നെ ഷേക്ക് ചെയ്ത് തരാറുണ്ട് കേട്ടോ. പക്ഷേ ഇത് നമ്മൾ തന്നെ ഷേക്ക് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഷേക്ക് ചെയ്ത് കോഫിയൊക്കെ കുടിച്ച് ഉറക്കമൊക്കെ മാറി വീണ്ടും എന്തെങ്കിലും നമ്മൾ കാറിലിങ്ങനെ പോവാണ്. ഞാനിപ്പോൾ ആലോചിക്കായിരുന്നു കേട്ടോ, നാട്ടിലൊന്നും ആകുമ്പോൾ ഞാൻ ലൈഫിൽ സ്റ്റാർബക്സിൽ കയറിയിട്ടുമില്ല, ഇനി കയറാൻ പോകുന്നുമില്ല. കാരണം 400-500 റുപ്പീസിനൊക്കെ ആയിരുന്നു തോന്നുന്നു അവിടെ കോഫി കിട്ടിയിരുന്നത്. ആ ടൈമിൽ നമുക്ക് നല്ല അന്തസ്സുള്ള ഫിൽറ്റർ കോഫി കുടിച്ചൂടെ അല്ലേ? ഒരു 40-50 റുപ്പീസൊക്കെ മാക്സിമം അതിന് വരുള്ളൂ. അതൊക്കെ ഒരു കാലം. നമുക്കിങ്ങനെ പോണ വഴി ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് ഓരോ വ്യൂസൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെ സംസാരിച്ച് പോവാം. അതിൻ്റെ ഇടയിൽ നമുക്ക് കാറ് ചാർജ് ചെയ്യണം. അതിനു വേണ്ടി നമ്മുടെ ഇമിഗ്രേഷന് മുന്നിലുള്ള ഒരു സ്റ്റോപ്പിൽ ചാർജ് ചെയ്യാൻ നിർത്തിയിരിക്കുകയാണ് കേട്ടോ. അത് യൂഷ്വലി ടച്ച് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ തുറക്കും കേട്ടോ. പക്ഷെ ഞാൻ എത്ര ടച്ച് ചെയ്തിട്ട് അത് തുറക്കുന്നില്ല. എൻ്റെ അടുത്ത് എന്തോ വിരോധമുണ്ട് തോന്നുന്നു പുള്ളിക്കാരന്. പുള്ളിക്കാരി, ഞങ്ങൾ ബേബി എന്നാണ് കേട്ടോ വിളിക്കാറ്. അപ്പോൾ പുള്ളിക്കാരിക്ക് എന്താ എൻ്റെ അടുത്ത് പ്രശ്നമുണ്ട്. എന്നിട്ട് ഞാൻ പിന്നെ വിളിച്ചു. നമ്മളിപ്പോൾ ഇവിടെ ചാർജ് ചെയ്യാൻ വന്നിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് അധികമില്ല, ഇന്നൊരു ഹാഫ് ആൻ അവർ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ഇമിഗ്രേഷൻ്റെ അവിടെ എത്തും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാനഡയിലേക്ക് എൻ്ററായിട്ട് കുറച്ച് ട്രാവൽ ചെയ്തിട്ട് നമ്മൾ വാങ്കൂവർ എത്തിക്കഴിഞ്ഞ് നമുക്ക് നല്ല ഫുഡൊക്കെ കഴിക്കാൻ പോകാം. അതാണ് മെയിൻ ഉദ്ദേശം. നല്ല അടിപൊളി ഇന്ത്യൻ ഫുഡ് വാങ്കൂവറിൽ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത്. നമുക്ക് പോയി നോക്കാം. ഓക്കെ, ഇവിടെ ചാർജ് ചെയ്യാൻ വെച്ചിരിക്കാം. എനിക്ക് ഇറങ്ങിയിട്ട് പോയിട്ടിരിക്കാം. ഓക്കെ, ഞങ്ങൾ ആക്ച്വലി പുറത്ത് ഇങ്ങനെ ചാർജ് ആവുന്നവരെ ഇറങ്ങി ഇങ്ങനെ നിൽക്കാമെന്ന് വിചാരിച്ചു. കുറേ നേരം ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇനി കുറച്ച് നേരം നിൽക്കട്ടെ. അവിടെ എത്തുന്നവരെ ഇനി വീണ്ടും ഇരിക്കാനല്ലേ പോകുന്നത്. ഇപ്പം കാർ ഇതുവരെ ചാർജ് ആയിട്ടില്ല. ഞാൻ കാണിച്ചു തരാം. എന്താ 79% ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 96 ഒക്കെ ആയിക്കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കണം. അപ്പോൾ അതുവരെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തതിനെ പറ്റി പറയാം. ഇതങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ പ്ലാനൊന്നും ചെയ്തില്ല കേട്ടോ. ഞങ്ങൾ സിയാറ്റിൽ നമ്മൾ ഇവിടെ സമ്മർ തീരാറായി. അപ്പോൾ തീരണതിന് മുന്നേ എവിടെയെങ്കിലുമൊക്കെ പോകണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കാനഡ വിസ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. വിസ വന്നപ്പോൾ ഞങ്ങൾ ആക്ച്വലി ബാംഫ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് പെട്ടെന്ന് ബാംഫ് പോകാൻ പറ്റില്ല. അപ്പോൾ ഈ വീക്കെൻഡ് ആയപ്പോൾ ഓക്കെ ഫൈൻ, നമുക്ക് വാങ്കൂവർ പോയിട്ട് വരാം. വാങ്കൂവർ ഈസ് ലൈക്ക് ഒരു 4 hours 5 hours ഡ്രൈവുള്ളൂ നമുക്ക് സിയാറ്റിൽ നിന്ന്. അപ്പോൾ നമുക്ക് കാർ എടുത്തിട്ട് പോകാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഓക്കെ ഫൈൻ റോഡ് ട്രിപ്പ് ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ്. ഞങ്ങൾ ഓഫീസിൽ നിന്ന് പെട്ടെന്ന് ലീവൊക്കെ എടുത്തു. Airbnb ബുക്ക് ചെയ്തു. അവിടെ ഒരു ഹൈക്ക് ഉണ്ട്, ഗാരിബാൾഡി ഹൈക്ക്. അത് എങ്ങനെയൊക്കെ ഉണ്ട് നോക്കി. പക്ഷെ അതിപ്പോൾ നമുക്ക് ആക്ച്വലി അവിടെ ഒരു പാസ് കിട്ടാണ്ട് അത് കിട്ടിയിട്ടില്ല. ഞങ്ങൾ നോക്കിയ വഴിക്ക് തന്നെ അത് ഫുള്ള് ഫില്ലായിപ്പോയി. ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഗാരിബാൾഡി ഹൈക്ക് ചെയ്യണം. അങ്ങനെ ഇപ്പം ഞങ്ങൾ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട ഇവിടെ ഒരു സ്റ്റോർ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ട ഗിഫ്റ്റ്സ് കുറച്ച് വാങ്ങിച്ചു. അങ്ങനെ ഇനിയിപ്പോൾ നേരെ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ അവരെയും മീറ്റ് ചെയ്യും. അപ്പോൾ അത്ര തന്നെ.
അവിടുന്ന് പിന്നെ നമ്മൾ ഒട്ടും ലേറ്റാക്കി തന്നെ ഇറങ്ങി കേട്ടോ, കാർ എടുത്തിട്ട്. സോ വി ഹാഡ് ലൈക്ക് ഓൾമോസ്റ്റ് ഹാഫ് ആൻ അവർ ടുവാർഡ്സ് ദ ഇമിഗ്രേഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഡ്രൈവ് ചെയ്തപ്പോൾ തന്നെ ഇമിഗ്രേഷൻ എത്തിട്ടോ. ഇപ്പോൾ അതേ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. പോണ വഴിക്ക് നമുക്കിങ്ങനെ ടെൻഷനായിരുന്നു, അയ്യോ നമ്മൾ കറക്റ്റ് ലൈനിൽ തന്നെയല്ലേ പോകുന്നത്. കാരണം കറക്റ്റ് ലൈനിൽ പോയില്ലെങ്കിൽ പിന്നെ വേറെ എവിടെയെങ്കിലും എത്തിയിട്ട് പിന്നെ കഷ്ടമായിരിക്കും. ബട്ട് വി വർ ഗോയിങ് ഇൻ എ സെയിം ലൈൻ. അപ്പോൾ സെയിം ലൈനിൽ തന്നെ ഇമിഗ്രേഷൻ്റെ ബോർഡൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തിയപ്പോൾ മനസ്സിലായി, ഓക്കെ ഫൈൻ, കുഴപ്പമില്ല, നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ തന്നെ എത്തിയെന്ന്. നമ്മൾ ഇമിഗ്രേഷൻ്റെ അവിടെ എത്തുമ്പോൾ തന്നെ നമ്മുടെ പാസ്പോർട്ടൊക്കെ റെഡിയാക്കി വെക്കണം. ബിക്കോസ് അവർ മെയിനായിട്ട് ഇത് നമ്മുടെ വിസ ചെക്ക് ചെയ്യും. പിന്നെ ദേ വിൽ ആസ്ക് ഫ്യൂ ക്വസ്റ്റ്യൻസ് ലൈക്ക് ആർ വി ടേക്കിംഗ് സം ഇല്ലീഗൽ സ്റ്റഫ് ടു കാനഡ, ആർ വി ടേക്കിംഗ് ലൈക്ക് ലിക്കർ സംതിങ്. അപ്പോൾ അതൊക്കെ ആൻസർ ചെയ്ത് കഴിഞ്ഞ് വിസ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് അകത്തേക്ക് കയറ്റിവിടും. അത്രേ ഉള്ളൂ. അപ്പോൾ അവിടെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ദേ നമ്മൾ കാനഡ എത്തി. ഇത് ഞങ്ങൾ ഡ്രൈവ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് വാങ്കൂവർ എത്താറായി. ഇല്ല, വാങ്കൂവർ അല്ല, ഇത് എവിടെ സെറിയാണെന്ന് തോന്നുന്നുണ്ട്. സെറി എത്തി. സോ ദ വാസ് ലൈക്ക് എ ബ്രിഡ്ജ് ദാറ്റ് വാസ് ലൈക്ക് ബ്യൂട്ടിഫുൾ. ഇത് വാങ്കൂവർ എത്തിയപ്പോൾ എനിക്ക് ആക്ച്വലി ഒരു ഇന്ത്യൻ ഫീലാണ് കേട്ടോ. അവിടെ ഞാൻ ഒരു ഹൈദരാബാദി ബിരിയാണി സ്പോട്ട് ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് അവിടെ എത്തി. പിന്നെ ഇവിടെ നല്ല ബിരിയാണി കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ ഞങ്ങൾ എത്തിയത്. ഐ ഹോപ്പ് നല്ല ബിരിയാണി ആയിരിക്കണേന്ന്. പിന്നെ ഒരു മാംഗോ ലസ്സി ഓർഡർ ചെയ്തു. പിന്നെ ദിസ് വാസ് ലൈക്ക് എ സിലാൻഡ്രോ ചിക്കൻ ആപ്പറ്റൈസർ. ഇറ്റ് വാസ് റിയലി ഗുഡ്. അതുകൊണ്ട് മറ്റേ സിലാൻഡ്രോൻ്റെ ടേസ്റ്റൊക്കെ അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ഗ്രീൻ ചിക്കൻ ഓർഡർ ചെയ്തത് ഒരു മട്ടൻ ബിരിയാണി, ഒരു ചിക്കൻ ബിരിയാണി, പിന്നെ ഒരു സിലാൻഡ്രോ ചിക്കൻ ആപ്പറ്റൈസർ, മാംഗോ ലസ്സി, ഡയറ്റ് കോക്ക്, ഇത്ര കേട്ടോ. എല്ലാം നന്നായി തുടച്ച് വൃത്തിയാക്കി കഴിച്ചിറങ്ങി കേട്ടോ. ആഗ്രഹം കാരണം ഒരു ലേശം പോലും നമ്മൾ ബാക്കി വെച്ചിട്ടില്ല കേട്ടോ. ഐ വാസ് റിയലി ഹാപ്പി ആൻഡ് ഇറ്റ് വാസ് റിയലി യമ്മി. ദാറ്റ് ബിരിയാണി വാസ് സോ ഗുഡ്. Okay, now the suspicious statutory warning for everybody who is watching this video. ഇനി ഇവിടുന്ന് തൊട്ട് വാങ്കൂവർ നമ്മുടെ എയർബിഎൻബി എത്തുന്ന വരെ ഫുൾ വ്യൂസ് ആണ് കേട്ടോ. അടിപൊളി വ്യൂ. ഐ ഡിഡ്ന്റ് നോ ലൈക്ക് കാനഡ ഹാസ് ദിസ് അമേസിങ് മൗണ്ടെയിൻ റേഞ്ചസ് വിച്ച് വാസ് റിയലി ബ്യൂട്ടിഫുൾ ആൻഡ് ലേക്സ് വാസ് സോ ഗുഡ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എത്തുന്നവരെ ഞാൻ കുറേ വീഡിയോ ക്ലിപ്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ലൈക്ക് എ ലോട്ട് കുറേ GB കണക്കിന് വീഡിയോ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഐ കുഡൻറ്റ്, കാരണം അത്രയും ലെങ്തി ആയി പോകും. ആൻഡ് ഐ ഡിഡ്ന്റ് വാണ്ട് ടു മേക്ക് സച്ച് എ ലോങ് വീഡിയോ. നിങ്ങൾക്ക് കുറേ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറേ ക്ലിപ്സും ആൻഡ് ഷോർട്സ് ആയിട്ട് ഇനി യൂട്യൂബിലൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ കുഴപ്പമില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഐ സീരിയസ്ലി ഡിഡ്ന്റ് നോ ലൈക്ക് കാനഡയിൽ ഇത്രയും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട്. ഐ എം സോ ഹാപ്പി ആൻഡ് ഇറ്റ്സ് ലൈക്ക് റിയലി നിയർ ടു സിയാറ്റിൽ, സോ ദാറ്റ് ഐ ക്യാൻ കം ഹിയർ whenever I want. ചെറുപ്പം തൊട്ടേ എൻ്റെ ഡ്രീമായിരുന്നു കേട്ടോ, ഇങ്ങനെ നല്ല മൗണ്ടെയിൻ റേഞ്ചസ് ഒക്കെ ഉള്ള സ്ഥലത്തൊക്കെ പോവുക, നല്ല തണുപ്പുള്ള സ്ഥലത്തൊക്കെ പോവുക, ഇങ്ങനെയൊക്കെ ഉള്ളത്. ഇപ്പോൾ ഇവിടെയൊക്കെ വന്നിട്ട് ഇങ്ങനെ ഓരോ പ്ലേസസൊക്കെ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഐ ഫീൽ റിയലി ഹാപ്പി. നമ്മുടെ ഈ കാനഡയിൽ നമ്മൾ ഇപ്പോൾ വാങ്കൂവർ കഴിഞ്ഞിട്ട് നമ്മൾ വിസ്ലർ എന്ന് പറഞ്ഞുള്ള ഒരു സ്ഥലത്തേക്ക് കൂടെയാണ് പോകാൻ പോകുന്നത്. ആ പോണ വഴി മൊത്തം ഇറ്റ്സ് ലൈക്ക് എന്താ സീനിക് റോഡ് എന്ന് പറയുന്നത്. എക്സാക്ട്ലി സീനിക് റോഡ്. ഇറ്റ് വാസ് ലൈക്ക് എ സീനിക് റോഡ്. അപ്പോൾ നമുക്ക് ഓരോ വ്യൂ പോയിൻ്റ് ഒന്നും അവർ വെച്ചിട്ടില്ല കേട്ടോ. പക്ഷേ ആ വ്യൂ പോയിൻ്റ് ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നമുക്ക് ആക്ച്വലി അവിടെ നിർത്തിയിട്ടൊക്കെ കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ അതിനൊന്നുള്ള ടൈമും നമുക്കില്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് കാണാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ ഇത് ഏതൊക്കെ മൗണ്ടെയിൻ റേഞ്ചസ് ആണെന്നൊന്നും എനിക്കറിയില്ല. നമ്മൾ പോകാൻ പോകുന്നത് ഗാരിബാൽഡി ലേക്കിലേക്കാണ്. വിച്ച് ഈസ് ഒരു അതിന് മുന്നേ വിസ്ലറിൽ ദേഴ്സ് ലൈക്ക് എ ബ്ലാക്ക് കോംബ് പറഞ്ഞിട്ടുള്ള മൗണ്ടെയിൻ റേഞ്ചസ് ഉണ്ട്. അപ്പോൾ മേ ബി ഐ ഫീൽ ലൈക്ക് ഇത് അവരുടെ ആ മൗണ്ടെയിൻ റേഞ്ചസിൻ്റെ ഒരു പാട്ടായിരിക്കും. സോ വി ആർ ഗോയിങ് ടു വിസ്ലർ. വി ഹാവ് ബുക്ക്ഡ് ആൻ എയർബിഎൻബി ദെയർ. ആ പോണ വഴിക്ക് ഇതൊക്കെ നിങ്ങളെ കാണിക്കാൻ പറ്റിയത് ഐ എം റിയലി ഹാപ്പി.
ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോണ്ടല്ലോ എനിക്ക് ഏറ്റവും ഹാപ്പിയസ്റ്റ് പാർട്ട് വാസ് ദാറ്റ് ഐ കുഡ് സീ ഓൾ ദീസ് തിങ്സ് ആൻഡ് ഐ കുഡ് ഷെയർ ഇറ്റ് വിത്ത് യു ഗൈസ്. അല്ലേ, നമ്മൾ കാണുന്നത് മറ്റുള്ളവരെയും കൂടിയും കാണിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അത് വേറെ തന്നെയാണ് അല്ലേ. ഇത് അപ്പോഴാണ് പലർക്കും ട്രാവൽ ചെയ്യാനും ഇങ്ങനെ പുതിയ പുതിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനൊക്കെ ആവാൻ പറ്റിയിരുന്നെങ്കിൽ, ഇത് ആരെങ്കിലുമൊക്കെ ഇത് കണ്ടിട്ട് അവർക്ക് ഇത് ഒരു ഇൻസ്പിറേഷൻ ആയി കഴിഞ്ഞാൽ ഐ വിൽ ബി ദ ഹാപ്പിയസ്റ്റ് പേഴ്സൺ. അങ്ങനെ നമ്മൾ ഡ്രൈവ് ചെയ്തു ഓൾമോസ്റ്റ് നമ്മുടെ എയർബിഎൻബിയുടെ അവിടെ എത്തിയിട്ടോ. ഇത് വിസ്ലർ പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ എയർബിഎൻബി ഉള്ളത്. അപ്പം നമുക്ക് പോവാം. So that really big rock that you saw, like just a huge rock face, you can hike up kind of to the top of that. And like there's 3 peaks on it. So the first one you can get out to that ledge and look down that rock, which is really scary. And then there's another peak which kind of has good views of Squamish and the whole bay. And then there's another one off the backside. So there's no need for a pass for that one, right? I'm not sure. I'll check that. Yeah, I wouldn't know what website kind of controls it. നമ്മളവിടെ എത്തിയപ്പോൾ ദിസ് വാസ് എ ഹെൽപ്പർ നമ്മുടെ എയർബിഎൻബിയിൽ ഉണ്ടായിരുന്നത്. സോ ഹി വാസ് ലൈക്ക് ഹെൽപ്പിംഗ് us ടു ഗെറ്റ് ടു നോ ദ പ്ലേസ്, ലൈക്ക് ഓൾ ദ ഹൈറ്റ്സ് ആൻഡ് ലൈക്ക് ലവ്ലി പ്ലേസസ് ടു വിസിറ്റ് നിയർ അവർ എയർബിഎൻബി. അപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ അവരിങ്ങനെ ഓരോ ഹൈക്കിൻ്റെ ഒക്കെ നെയിംസ് പറഞ്ഞു. ലൈക്ക് ഗൈസ് ക്യാൻ വിസിറ്റ് ദിസ് വൺ, ദാറ്റ് വൺ, ലൈക്ക് പ്രോബബ്ലി ഡസ് ഇൻ നീഡ് എനി പാസസ്. ബിക്കോസ് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഈ പോണ ഹൈക്കിന് ഞങ്ങൾക്ക് ഇതൊരു പാസ് കിട്ടിയിട്ടില്ല. അപ്പോൾ അയാൾ കുറച്ച് ഓപ്ഷൻസ് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ റൂമുള്ളത്. ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ ബാഗൊക്കെ എടുത്ത് അത്യാവശ്യം ഹെൽപ്പ് ചെയ്തു കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ റൂമിലെത്തി. ഇതാണ് നമ്മുടെ റൂം. നല്ല ബെഡായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ടീ കോഫി ഒക്കെ ഉണ്ടാക്കാനുള്ളത് അവിടെ വെച്ചിട്ടുണ്ട്. ദാറ്റ് വാസ് സച്ച് എ നൈസ് ഫ്രെയിം അത്. പിന്നെ ഇത് ഒരു കൗച്ചുണ്ട്. ദെൻ ഇത് നമ്മുടെ എപ്പോഴും എയർബിഎൻബിയിൽ കാണാറുള്ളതാണ്. ഒരു മാനുവൽ ഇൻസ്ട്രക്ഷൻ ഫോർ us ഫോർ ചെക്ക് ഇൻ ആൻഡ് ചെക്ക് ഔട്ട് ആൻഡ് എവറി അതർ തിങ്സ്. നമുക്ക് അവിടെ നിൽക്കുമ്പോൾ ആവശ്യമുള്ള എല്ലാ ഒരു ഇൻസ്ട്രക്ഷൻസ് ആ ബുക്കിലുണ്ടായിരിക്കും. പിന്നെ ആ സാധനങ്ങൾ നമ്മുടെ സാധനങ്ങളാണ്. നമ്മൾ വന്ന വഴിക്കെല്ലാം ഇറക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ഇത് കബേർഡിൽ നമുക്ക് അയേൺ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ദെൻ ദേ ഹാവ് പ്രൊവൈഡഡ് us വിത്ത് സം അഡീഷണൽ പില്ലോസ്. അങ്ങനെ എല്ലാ സാധനങ്ങളൊക്കെ നമ്മൾ നോക്കി. പിന്നെ ഇനി നേരെ കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ അതേ പാസ് കിട്ടുന്നുണ്ടോ എന്നും കൂടി നമ്മൾ നോക്കുന്നുണ്ട്. എന്നാലല്ലേ നാളെ നമുക്ക് ഹൈക്കിന് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ദൈവമേ കിട്ടിയാൽ മതിയായിരുന്നു. So see you guys on my next video with our Garibaldi hike. അപ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടിയെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ ബൈ.